സ്വാഗതം ചെയ്യാം കേട്ടോ. Yes, so I invite our MLA Ramesh Parampath, അതുപോലെ തന്നെ റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ഡി മോഹൻ കുമാർ ആണ് നമ്മുടെ കൂടെ ഇന്ന് അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള റീജിയണൽ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മോഹൻ കുമാർ സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ് ടു ടോക്ക്. Thank you. Honorable MLA Ramesh Parampath sir, Commissioner Satyendra Singh, Superintendent of Police G. Saravanan, all the government officials and everyone gathered here. Very good evening to all of you. So thank you. So Mahi administration is taking lot of steps to improve the tourism. So today we have a mega event, as the introduction has been vividly given. I don't have to say it again. So today we have Naresh Iyer, Alap Raj and Disha Prakash, all three of us with us to conduct this mega event. And I would say we have created one Insta page, Mahe.tourism. All of you can follow that one. We are planning to conduct various events in the upcoming days. So all of you will be kept abreast, and we are planning to conduct water sports. Water sports will be coming up. Then new mega events will be also happening in this year with the 2025. It's going to be a new start for the Mahe. So with that one, and I appreciate all the officials, everyone who has come together, and the Green Points Production for making it such a mega program. With that one, I conclude and wish you all. Like you, I am also waiting to see Naresh Iyer, Alap Raj and Disha Prakash. Thank you all. നമുക്കേവർക്കും പ്രിയപ്പെട്ട മാഹിയുടെ അഡ്മിനിസ്ട്രേറ്റർ ഡി മോഹൻ കുമാർ, മാഹി മുനിസിപ്പൽ കമ്മീഷണർ പ്രിയപ്പെട്ട സത്യേന്ദർ സിംഗ്, പോലീസ് സൂപ്രണ്ട് ശരവണൻ, മറ്റ് മാഹിയിലെ വിവിധ ഡിപ്പാർട്ട്മെന്റിലെ മേധാവികളെ, ഇവിടെ സംബന്ധിച്ച മാഹിയുടെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കളെ, പ്രവർത്തകരെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാട്ടുകാരെ, നിങ്ങൾക്ക് ഏവർക്കും ഈ മെഗാ സംഗീത വിരുന്നിൽ എത്തിച്ചേർന്ന മുഴുവൻ ആളുകൾക്കും എൻ്റെ അഭിവാദ്യം ഞാൻ ആദ്യമായി ഇവിടെ സമർപ്പിക്കുകയാണ്. ഇന്ന് നമ്മൾ ഇവിടെ ഒത്തുചേരുകയാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു പരിപാടി ഡിസംബർ 31 രാത്രിയായിരുന്നു നമ്മൾ തീരുമാനിച്ചിരുന്നത്. പക്ഷേ അവിചാരിതമായി നമ്മുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്നാണ് ഈ പരിപാടി ഇന്നത്തേക്ക് മാറ്റിവെച്ചത്. അതുകൊണ്ട് ഒട്ടേറെ സുഹൃത്തുക്കളുടെ ഒരുപാട് ടെലിഫോണുകളും മറ്റ് അഭ്യർത്ഥനകളും ഉണ്ടായിരുന്നു. യാദൃശ്യമായി വന്ന ഈ പരിപാടിയിൽ നമുക്കൊന്നും സംബന്ധിക്കാൻ സാധിക്കാതെ വന്നതിൽ പ്രിയപ്പെട്ട നരേഷ് അയ്യരുടെയും കൂട്ടരുടെയും ആലാപരാജിന്റെയും ഒക്കെ സംഗീത വിരുന്നിൽ പങ്കെടുക്കാൻ സാധ്യമാവാത്തവരുടെ ദുഃഖം അവരെന്നെ നേരിട്ട് അറിയിക്കുകയുണ്ടായി. എനിക്ക് ആദ്യമായി ഇവിടെ ഒന്ന് അഭ്യർത്ഥിക്കാനുള്ളത്, ഈ ബീച്ചിൽ ആദ്യമായാണ് ഈ തരത്തിലുള്ള പരിപാടി അരങ്ങേറുന്നത്. വാസ്തവത്തിൽ മയ്യഴിക്കാർക്ക് ഇതൊരു പുതിയ അനുഭവമാണ്. നമ്മുടെ ഹാർബറുമായി ബന്ധപ്പെട്ടാണ് ഇത്രയും ഒരു 7 ഏക്കറോളം സ്ഥലം നമുക്ക് കൈവന്നിട്ടുള്ളത്. ഈ സ്ഥലത്ത് ഇത്തരത്തിലുള്ളൊരു പരിപാടി ആദ്യമായാണ് മാഹി അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി നമ്മൾ സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇനിയും ഇത്തരം പരിപാടികൾ തീർച്ചയായും ഈ ഒരു സ്ഥലത്ത് സംഘടിപ്പിക്കുവാനുള്ള ഒരു ധൈര്യം ഈ പരിപാടിയോട് നമുക്ക് കൈവരും എന്ന കാര്യത്തിൽ തർക്കമില്ലാത്തതാണ്. മാഹിയുടെ ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി മാഹിയുടെ വിവിധ പോണ്ടിച്ചേരിയുടെ വിവിധ പ്രദേശങ്ങളിൽ, അതായത് ഞാണത്തും കാരക്കലിലും പോണ്ടിച്ചേരിയിലും മാഹിയിലും ഈ പരിപാടി, ഈ തരത്തിലുള്ള ടൂറിസം ഡിപ്പാർട്ട്മെന്റിന്റെ മെഗാ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായാണ് മാഹിയിലും ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. 2 ലക്ഷ്യങ്ങളുണ്ട് പ്രധാനമായും ഈ പരിപാടിയുടെ പിന്നിൽ. ഒന്ന്, മാഹിയെ ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുവാൻ, മാഹിയെ ടൂറിസ്റ്റ് ജനങ്ങളെ അട്രാക്ട് ചെയ്യുവാൻ വേണ്ടിയാണ് ഈ തരത്തിലുള്ള പരിപാടി സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ് മയ്യഴിയിൽ. അതോടൊപ്പം പുതുച്ചേരി സംസ്ഥാനത്തും 1 മാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ഭാഗമായാണ് ഈ പരിപാടി സംഘടിപ്പിക്കുന്നത്. അതുകൊണ്ട് മാഹിയിലെ ആളുകൾക്ക് പുറമെ വിവിധ പ്രദേശങ്ങളിലെ ആളുകളാണ് ഈ പരിപാടി ഇവിടെ ഒത്തുചേർന്നിട്ടുള്ളത്. ഈ പരിപാടിയിൽ സംബന്ധിക്കാനെത്തിയ മുഴുവൻ ആളുകൾക്കും ഒരിക്കൽ കൂടെ എന്റെ അഭിവാദ്യവും സ്വാഗതവും രേഖപ്പെടുത്തുകയാണ്. ഇതിന്റെ പിന്നിൽ ഈ പാടുന്ന പ്രിയപ്പെട്ട നരേഷ് അയ്യരും മറ്റേ അവരുടെ ടീമിനും എന്റെ അഭിവാദ്യം നേർന്നുകൊണ്ട്, നല്ല ഒരു ഇവന്റ് ഇവിടെ എല്ലാ ആളുകൾക്കും നേർന്നുകൊണ്ട് ഔപചാരികമായി ഈ പരിപാടിയുടെ തുടക്കം കുറിക്കാൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഭാരത്.